ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ബാഗ ബീച്ചിൻ്റെ നൈറ്റ് വ്യൂസ് ആണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച റിസോർട്ടാണ്. അവിടെ റെൻ്റൽ സ്കൂട്ടറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബാഗ ബീച്ചിൻ്റെ മോർണിംഗ് വ്യൂ ഒന്ന് നോക്കാം. മോർണിംഗിൽ എന്താണ് ബീച്ചിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് നോക്കാം. ഇതാണ് നമ്മൾ ഇന്നലെ പോയ സെയിം റൂട്ട്, റോസൽ റെസ്റ്റോറൻറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി നോക്കാം. ഓക്കെ, ഒരു ഫാമിലിയാണ് ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതേപോലെ വെയിലുണ്ടെങ്കിൽ വന്നിങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സീറ്റുകളും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുകയാണ് ഗോവയിൽ. പിന്നെ അവിടെ കുറേ ബോട്ടുകൾ എന്ന് പറയുന്നത് ഈ പാരാസെയിലിങ്ങിനുള്ള ബോട്ടുകളാണ്. അങ്ങനെ ഓക്കെ, രാവിലെ ബീച്ച് ഏകദേശം ആക്റ്റീവാണ്. ഇതാണ് ടോട്ടല് നമ്മുടെ ബീച്ചിന്റെ ഒരു ആംബിയൻസ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബസ്. ഞങ്ങളിപ്പോ രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കട തപ്പിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മളിപ്പോ വെച്ചേക്കുന്ന ഡെസ്റ്റിനേഷൻ പനച്ചിയ, അതായത് ഗോവയുടെ തലസ്ഥാനം. ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാൻ. ഈ റോട്ടിൽ നിന്ന് ഊരിപ്പോണം, നല്ല ബുദ്ധിമുട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെജിറ്റേറിയൻ ഹോട്ടലൊന്നും കണ്ടിട്ടുണ്ട്. ബൈക്ക് തൊട്ട് പുറകെ ഉണ്ട്, ഫോണടിക്കും, ഒച്ച വയ്ക്കും. പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴേ ഒന്ന് റിവേഴ്സ് പോവാം. പാർക്കിംഗ് വലിയ വിഷയമായി ഇവിടെ. നമുക്ക് കറക്കി എടുക്കാം, വലിയ സീനാവും. റിവേഴ്സ് പോകുന്നതിൽ നല്ലത് കറക്കി എടുക്കാം. കാരണം ഒരു ബസ് വരുന്നുണ്ട് ഇവിടുത്തെ, പഴയ ബസ്. ആ ബസ് കണ്ടോ, അതിന്റെ താളുണ്ട്. ഇതൊരു റിംഗ് റൗണ്ട് ഒന്ന് കറക്കി എടുക്കാം. എല്ലാവരും പറയുന്നത് കേൾക്കും. പണ്ടൊക്കെ നമ്മൾ റീൽസ് കാണുമ്പോ ഗോവ പ്രശ്നമാണ്, അതാണ് ഇതാണ്, പോലീസ് പ്രശ്നമാണ്. ഇവിടെ ഒരു പോലീസാണ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ വളരെ റിലാക്സ് ആയിട്ട് എല്ലാവരും പോകുന്നു. രാവിലെ ഒരു പ്യുവർ വെജ് ഷോപ്പ് കണ്ട് കയറിയതാ. നോക്കി വന്നപ്പോ മസാല ദോശ ഉണ്ട്. ചെറിയ റേറ്റേ ഉള്ളൂ. ഒരു മസാല ദോശയ്ക്ക് 150 രൂപയേ ഉള്ളൂ. ഇപ്പൊ 3 മസാല ദോശയും ഒരു കുപ്പി വാട്ടറും ഓർഡർ ചെയ്തിട്ടുണ്ട്. റേറ്റ് വളരെ കുറവാ. ഗോവ നല്ല എക്സ്പെൻസാ ഫുഡിന്. നമ്മളിപ്പോ കണ്ടത് വെച്ച് നോക്കുമ്പോഴേ റൂമൊന്നും വലിയ എക്സ്പെൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു 1000 അതെ. അത് ഏതെങ്കിലും ആപ്പിൽ കയറി ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ആപ്പാവും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല റേറ്റ് മേടിക്കും. പിന്നെ റൂമൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രിയൊക്കെ വൈകി വന്നു കഴിഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. ഇവർ റേറ്റ് കയറ്റും. അപ്പോൾ ഏതെങ്കിലും ആപ്പിൽ കയറി, ഏതെങ്കിലും ആപ്പ് നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും ആപ്പിൽ കയറി ഇക്സിഗോയോ മേക്ക് മൈ ട്രിപ്പോ ഇല്ലെങ്കിൽ booking.com ഏതെങ്കിലും കയറി റൂം ബുക്ക് ചെയ്തിട്ട് അഫോർഡബിൾ റൂം ബുക്ക് ചെയ്യുക. മസാല ദോശ എത്തിയിട്ടുണ്ട്. സാമ്പാർ ടേസ്റ്റ് ചെയ്യണ്ട, ചിലപ്പോൾ വയറ്റി പണി കിട്ടും. കുഴപ്പമൊന്നുമില്ല, ഭംഗിയുണ്ട് കാണാൻ. അതിനൊന്നുമില്ല, റേറ്റിനുള്ള സാധനമൊന്നുമില്ല. ജസ്റ്റ് വിശപ്പടക്കാം, അത്രേ ഉള്ളൂ. ഫുഡെല്ലാം കഴിച്ചിറങ്ങുക. നമ്മൾ കയറുന്ന എല്ലാ ഷോപ്പിലും കയറുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇറങ്ങാൻ നേരത്തെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരും. 2 വടയും സാമ്പാറും ഒരുത്തൻ 150 രൂപയ്ക്ക് അവിടെ ഇന്ന് കഴിച്ചോണ്ടിരിപ്പുണ്ട്. നമ്മളിപ്പോ എക്സിറ്റ് അടിക്കാനോ ഇത് എങ്ങോട്ടടിക്കാനോ അടിപൊളി രസം. അതായത് കേറി വരുമ്പോ ആ പനച്ചി സിറ്റി കറക്റ്റാ. പനച്ചി സിറ്റിയിലോട്ടുള്ള ട്രാവലിംഗില് അവിടെ ഒരു റൗണ്ട് വന്നപ്പോ മൊത്തം കൺഫ്യൂഷനാ. റിംഗ് റൗണ്ട് വരുമ്പോ ഭയങ്കര കൺഫ്യൂഷൻ വരും.
എങ്ങനെയോ ഏതോ എക്സിറ്റ് വഴി ഇറങ്ങിയപ്പോൾ കറക്റ്റായി. ഇന്നലെ ഈ വഴിയാണ് നമ്മൾ വന്നു പോയത്. ആ ബ്രിഡ്ജ് കണ്ടോ? അതാണ് ബ്രിഡ്ജ്, നല്ല സ്റ്റൈലിഷ് ബ്രിഡ്ജ് കണ്ടോ, സെറ്റപ്പ് സംഭവമാണ്. ഇന്നലെ ഈ ബ്രിഡ്ജിന്റെ മേളിൽ കൂടെയാണ് നമ്മൾ വന്നു പോയത്. ഉണ്ടോ? അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, നടുക്കൊരു ബ്രിഡ്ജ് ഉണ്ട്, നമ്മളിപ്പോ വേറൊരു ബ്രിഡ്ജ് കൂടെ പോകുന്നു. 3 ബ്രിഡ്ജാണ്. അത് പുതിയതാ, ഞാൻ പറഞ്ഞത് അത് പുതിയതാന്ന് പറഞ്ഞില്ലായിരുന്നു. ഗോവ പണ്ട് ഗോവയല്ലെന്ന് പറഞ്ഞില്ല. അത് ഇവിടെയാണ് മറ്റേ സംഭവം കണ്ടോ, മറ്റേ നൈറ്റ് ഷിപ്പില് പ്രോഗ്രാം ഉണ്ട്, നമ്മളോട് പറഞ്ഞില്ലായിരുന്നു ഹോട്ടലുകാരൻ. ആ ഷിപ്പില് അത് പെർ ഹെഡ് ഒരാൾക്ക് പെർ പേഴ്സൺ 1500. ഫുഡും കിട്ടും, അതിൽ DJ ഉണ്ട്, കാര്യങ്ങളുണ്ട്, സംഭവം എല്ലാം ഉണ്ട്. ഒരാൾക്ക് 1500 പെർ ഹെഡാ. നല്ല അടിപൊളി പനച്ചിയല്ലേ, ഗോവയുടെ തലസ്ഥാനം. അത് തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ പോകാനാണ് ഇവിടെ ഇനി ഓൾഡ് ഗോവയുണ്ട്, പിന്നെ ഒരു മഡ്ഗോൺ ഉണ്ട്, മഡ്ഗോൺ. ട്രെയിൻ വന്നിറങ്ങുന്ന എവിടെയാ? ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ഒരു മഡ്ഗോവ. അതെ. നമ്മളിപ്പോ പനച്ചിയിലാണുള്ളത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം കാസിനോസ് ആണ്. നമ്മൾ പിന്നെ വെയിലായതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവാ. സായമോളും സച്ചപ്പനും ഇച്ചിരി ഉറക്കത്തില്ല. സായമോളും ഇട്ടിട്ടുണ്ട്, സച്ചപ്പനും ഉറക്കത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് വണ്ടി തന്നെ നമുക്ക് മൂവ് ചെയ്ത് കാണാം. നൈറ്റാണ് അതെല്ലാം ഓപ്പൺ ആകുന്നത്. അപ്പൊ ഇങ്ങനെ പനച്ചി കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇത് ഇവിടെ പല ടൈപ്പ് കാസിനോസ് ഇവിടെ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം കാസിനോകളാണ്. അതായത് ഇവിടെ നിന്ന് അവർ നമ്മളെ ബോട്ടിൽ, ചെറിയ മിനി ബോട്ടിൽ കയറ്റി അവിടെ കൊണ്ടുപോകും. എൻട്രി മിക്കതിലും ഫ്രീ ആയിരിക്കും, പക്ഷേ വീഡിയോ അലൗഡഡ് അല്ല. അതിൽ പിന്നെ DJ പാർട്ടീസും പിന്നെ കാസിനോ, നമ്മുടെ ഗാംബ്ലിങ്ങും പരിപാടികളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മളതിലൊന്നും കയറുന്നില്ല. നമുക്കത് പല ബ്ലോഗിലും നമ്മൾ ടൈപ്പ് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. കണ്ടോ, അവിടെ അവർ ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് രാവിലെ. നൈറ്റാണത് ഓണാകുന്നതും ആക്ടിവിറ്റീസ് ആരംഭിക്കുന്നതും. നമ്മളിപ്പോൾ ഓൾഡ് ഗോവയിൽ എത്തിയിട്ടുണ്ട്. ഓൾഡ് ഗോവയിലെ പാർക്കിങ്ങിൽ കൊണ്ട് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ ഓടി വന്ന് മെഴുകുതിരി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പാർക്കിങ്ങിന് ഇവിടെ ചർച്ചാണുള്ളത്. ഒരു ഫേമസ് ആയ ഓൾഡ് ഗോവ ചർച്ചുണ്ട്. ഇത് അവിടെയാണ്, ആ മരത്തിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഗോവയിലെ ഏറ്റവും പുരാതനമായ ഓൾഡ് ഗോവ ചർച്ച്. ഇവിടെ കുറേ ചർച്ചുകളുണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് ഇവിടെ ഒരു വലിയൊരു ചർച്ചുണ്ട്. വിശ്വാസികൾ മെഴുകുതിരിയൊക്കെയായി ചർച്ചിനകത്ത് പോയി പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. വെളിയിൽ ഇഷ്ടംപോലെ മെഴുകുതിരി ക്യാൻഡിൽസ് ബിസിനസ്സുകാരുണ്ട്. നമ്മളോട് കുറേ നിർബന്ധിച്ചു, നമ്മൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല തണലുണ്ട്. ഇവിടെ 2 മരമുണ്ട് കണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് പിടിപ്പിച്ച ഒരു 300 ഇഞ്ചെങ്കിലും വണ്ണം ഉണ്ടാവും മരത്തിന്. മലയാളികളുണ്ട്. ഞങ്ങളിപ്പോൾ ഓൾഡ് ഗോവ ചർച്ചിൻ്റെ ഉൾഭാഗം ഒന്ന് കയറി കണ്ടു. ഏകദേശം ഡോറിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോറ് കണ്ടോ, ഒരു 20 അടി ഹൈറ്റും ഒരു 8 അടി വീതിയുമുള്ള മരത്തടിയിലുള്ള ഡോറാണ്. ഉള്ളിലൊക്കെ ഇതേപോലെ ഇഷ്ടംപോലെ ഡോറുണ്ട്. 2 നിലയുണ്ട്, 2 or 3 നിലയുണ്ട്. പക്ഷേ മേളിലോട്ടുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ പുരാതനമായ ക്രിസ്ത്യൻ്റെ ആചാരങ്ങളുള്ള കാര്യങ്ങളെല്ലാം അകത്ത് നടക്കുന്നുണ്ട്. പിന്നെ അകത്ത് 1-2 ഔട്ട്ലെറ്റുകളുണ്ട്, ബുക്ക് വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ, പിന്നെ രൂപങ്ങൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല, എൻട്രി ഫ്രീ ആണ്. ജസ്റ്റ് പാർക്കിങ്ങിൽ ഒരു 50 രൂപ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഓൾഡ് ഗോവ ചർച്ച്. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അടിപൊളിയാണ്, ഓക്കെയാണ്. അപ്പം നമ്മൾ ഒരു കടയിൽ ഷോപ്പിങ്ങിന് വേണ്ടി കയറുകയാണ്.
ബാഗ് എന്ന് പറഞ്ഞാൽ കുറെ നേരമായി കയറാൻ തുടങ്ങിയിട്ട് നോക്കാം എന്താ അവസ്ഥയെന്ന്. അടിപൊളി എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ഷോപ്പാണ്. നോക്കാം എന്തൊക്കെ ഐറ്റം ഉണ്ടോ നോക്കാം അല്ലേ. കണ്ടോ ഇതൊക്കെ ഈ സീരിയൽ നടിമാരൊക്കെ ഉപയോഗിക്കുന്ന അവിടെ മാലയാണ്. കണ്ടോ അതൊക്കെ അതിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ക്ലോത്ത്സ് ഉണ്ട്, ബീച്ച് വൈബ് ക്ലോത്ത്സ് ഉണ്ട്. ബോളോ നോക്കാം. ഐ ലവ് യു ഗോവ. നമ്മുടെ തന്നെ സംഭവം നമ്മുടെ ജാക്ക് സ്പാരോയുടെ ഷീപ്പാണ്. ഐ ലവ് യു ഗോവ. കുഴപ്പമില്ല, ഇതെടുത്തോ. കുഴപ്പമില്ലാത്ത സാധനമാണ്. അതായത് ഗോവ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ കീ ചെയിൻസ് ഇട്ടിട്ടുണ്ട്. നല്ലതാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗോവയിൽ നിന്ന് എങ്ങനെയാണ് ഏഷ്യൻ യൂറോപ്പ് ട്രിപ്പ് കിട്ടിയത് എന്ന ഒരു വ്ളോഗാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണാം. അസ്സലാമു അലൈക്കും.